آمریکایی در محدوده شمال خلیج فارس. യുദ്ധത്തെ വെറും തമാശയായി കാണുന്ന സമാധാന പ്രേമി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സാമ്പത്തിക സ്രോതസ് എണ്ണക്കലവറയായ കാർക്ക് ഐലൻഡ് ആക്രമണം നടത്തിയതിനു ശേഷം ട്രംപ് പറഞ്ഞത് അതൊരു തമാശയ്ക്ക് ചെയ്തതെന്നാണ്. താൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ലോകത്ത് സമാധാനം കൊണ്ടുവരുമെന്നും താൻ യുദ്ധത്തിന് എതിരാണെന്നും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം തനിക്ക് ലഭിക്കണമെന്നും ആഗ്രഹിച്ചു നടന്ന പല ഡ്രാമകളും പല നാടകങ്ങളും കളിച്ച ആളാണ് ഈ പറയുന്ന ട്രംപ്. മാത്രമല്ല, നമ്മൾ കണ്ടതാണ് നോർവേയിലെ മറിയ കൊറീനയ്ക്ക് ലഭിച്ച പുരസ്കാരം, നൊബേൽ പുരസ്കാരം ഒരു ഉളുപ്പും കൂടാതെ മറിയ അത് ഗിഫ്റ്റായി കൊടുത്തപ്പോൾ വാങ്ങിയ ആളാണ് നമ്മുടെ മഹാനായ ട്രംപ്. ഈ യുദ്ധം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് അമേരിക്കൻ സൈനികർ 12 പേര് കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് ഔദ്യോഗികമായിട്ടുള്ള കണക്കാണ്. 200ഓളം അമേരിക്കൻ സൈനികർക്ക് പരിക്ക് പറ്റിയെന്നും 18ഓളം പേരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ അമേരിക്കൻ സൈനികരുടെ മരണസംഖ്യ ഇതിലും വലുതാണെന്നാണ് അമേരിക്കയിൽ നിന്ന് തന്നെ ചില കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. എന്നാൽ ട്രംപിന് ഈ യുദ്ധം ഒരു തമാശയാണ്. മാക്സിമം രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുക, സാമ്പത്തികമായി അവരെ നശിപ്പിക്കുക, തൻ്റെ കൈവശമുള്ള എണ്ണ വിൽക്കുക മുതലായവയാണ് ട്രംപിൻ്റെ കലാപരിപാടികൾ. മാത്രമല്ല, അമേരിക്കയിൽ നിർമ്മിക്കുന്ന അമേരിക്കൻ കമ്പനികൾ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ലോകമെമ്പാടും വിറ്റഴിക്കുക. ഇങ്ങനെ സാമ്പത്തിക നേട്ടം ഇതാണ് ട്രംപിന് മുന്നിലുള്ളത്. അവരുടെ സൈനികർ കൊല്ലപ്പെടുകയോ രാജ്യത്തിന് വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയോ ഇതൊന്നുമല്ല ട്രംപിനെ അലട്ടുന്നത്. എങ്ങനെയും ബിസിനസ് നടത്തുക. അതിനുവേണ്ടിയാണല്ലോ വെനിൻസുല കീഴ്പ്പെടുത്തി അവിടുത്തെ എണ്ണ മുഴുവൻ ഇപ്പോൾ ട്രംപാണല്ലോ നിയന്ത്രിക്കുന്നത്, അമേരിക്കയാണ് നിയന്ത്രിക്കുന്നത് എണ്ണ കച്ചവടം. അപ്പോൾ ഇത് മാക്സിമം രാജ്യങ്ങളിലേക്ക് വിറ്റഴിക്കുക, ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുക, ഓയിലിനും ഗ്യാസിനും ഷോർട്ടേജ് ഉണ്ടാക്കുക, അതുവഴി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക. ഇതിലിപ്പോൾ തടസ്സമായി നിൽക്കുന്നത് ഹോർമൂസ് കടലെടുക്കാണ്. അപ്പോൾ പ്ലാൻ നടക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ കൂടുതൽ രാജ്യങ്ങളെ സപ്പോർട്ട് ഇപ്പോൾ ചോദിക്കുകയാണ് ട്രംപ്. ഒരു ഉളുപ്പുമില്ലാതെ വിളിക്കുകയാണ്, മറ്റുള്ള രാജ്യങ്ങളും കൂടെ വരൂ, നമുക്ക് ഒന്നിച്ച് ഹോർമൂസ് കടലെടുക്ക് തുറക്കാം. ചൈനയെ ക്ഷണിക്കുന്നു, UK ക്ഷണിക്കുന്നു, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ ക്ഷണിക്കുന്നു, ഫ്രാൻസിനെയും സൗത്ത് കൊറിയയും ക്ഷണിക്കുന്നു. ട്രംപ് കുറിച്ച ഒരു പോസ്റ്റിൽ പറയുന്ന ഇപ്രകാരമാണ്. അതായത് ഹോർമൂസ് കടലെടുക്ക് ഇറാന്റെ സർവ്വശക്തികളും 100% തങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും 1-2 ഡ്രോണ് എവിടെന്നെങ്കിലും വന്ന് വീഴാം, ചിലപ്പോൾ അടുത്തുനിന്ന് ഷോർട്ട് റേഞ്ചിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു മിസൈൽ വന്ന് പതിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളുള്ളത് കൊണ്ട് എല്ലാവരും കൂടെ സഹകരിച്ച് നമുക്ക് ഹോർമൂസ് കടലെടുക്ക് തുറക്കാം എന്നാണ് ട്രംപ് പറയുന്നത്. അല്ലാതെ ഒറ്റയ്ക്ക് പോയി ചാടിക്കെടുക്കാനുള്ള ഭയം കൊണ്ടൊന്നും അല്ല കേട്ടോ, പേടിയൊന്നുമില്ല. ദിവസം 3 നേരം മീഡിയയുടെ മുന്നിലെത്തി തങ്ങൾ യുദ്ധം ജയിച്ചു, അമേരിക്ക ജയിച്ചു, ഇറാനെ തരിപ്പണമാക്കി, ഇനി ഇറാൻ അനങ്ങാൻ സാധിക്കില്ല എന്ന് പറയുന്ന ട്രംപാണ് ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളുടെ സഹായം ആവശ്യപ്പെടുന്നതെന്നൂടെ ഓർക്കുക. ഇത് ഇസ്രായേലും അമേരിക്കയും തുടങ്ങി വെച്ച യുദ്ധമാണ്. അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുന്നത് എന്തിനാണ്? അതുമാത്രമല്ല, ഇപ്പോൾ ഇറാൻ പറയുന്നത് അവർ ഹോർമൂസ് കടലിടുക്ക് തുറന്നിരിക്കുകയാണ്. അതുവഴി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കപ്പലുകൾ യാതൊരു കാരണവശാലും കടത്തിവിടുകയില്ല. മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് സുഗമമായി പോകാം എന്നാണ് ഇറാൻ അറിയിക്കുന്നത്. എന്തായാലും ഈ യുദ്ധം വളരെ നാൾ നീട്ടിക്കൊണ്ടു പോകാൻ തന്നെയാണ് ട്രംപ് പദ്ധതിയിടുന്നത്. ഈ യുദ്ധത്തിന്റെ കെടുതി വരുന്ന ആളുകളിൽ ലോകമെമ്പാടും അലയടിക്കാൻ പോകുന്നതേ ഉള്ളൂ.